അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 5ാമത്തെ പാഠഭാഗമാണ്. പാഠം 5 മുസ്ലിം രാജവംശങ്ങൾ. ഡൽഹി കേന്ദ്രമാക്കി ധാരാളം മുസ്ലിം രാജവംശങ്ങൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടമാണ് സുൽത്താൻ ഭരണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. ഖുതുബുദ്ദീൻ ഐബക്കിൻ്റെ അടിമവംശം, അലാവുദ്ദീൻ ഖിൽജിയുടെ ഖിൽജി വംശം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ തുഗ്ലക്ക് വംശം, ഖിസ്ർ ഖാൻ്റെ സയ്യിദ് വംശം, ഇബ്രാഹിം ലോധിയുടെ ലോധി വംശം എന്നിവയാണ് സുൽത്താൻ വംശങ്ങൾ. ഡൽഹിയിലെ പ്രസിദ്ധമായ ഖുതബ് മിനാർ ഖുതുബുദ്ദീൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ചതാണ്. അടിമവംശത്തിലെ പ്രസിദ്ധയായ ഒരു റാണിയായിരുന്നു സുൽത്താന റസിയ. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സമർത്ഥനായ ഒരു ഭരണാധികാരിയും സർവകലാവല്ലഭനുമായിരുന്നെങ്കിലും രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും മാറ്റുവാനുള്ള തീരുമാനം ജനങ്ങളുടെ വമ്പിച്ച എതിർപ്പിനും കോളിളക്കത്തിനും കാരണമായി. വളരെ ദീർഘദൃഷ്ടിയോടെ തലസ്ഥാനം രാജ്യത്തിൻ്റെ മധ്യഭാഗത്താകുന്നത് ഭരണനിർവഹണത്തിന് നല്ലതാണ് എന്ന ചിന്തയിലാണ് അദ്ദേഹം തലസ്ഥാനം നീലഗിരിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. നാനാഭാഗത്തു നിന്നുമുള്ള എതിർപ്പു മൂലം ആ പരിപാടി പരാജയപ്പെട്ടു. ലോധി വംശത്തിലെ ശക്തനായ ഭരണാധികാരി സിക്കന്ദർ ലോധിയായിരുന്നു ആഗ്ര നഗരം സ്ഥാപിച്ചത്. അക്കാലത്ത് ഡൽഹിയേക്കാൾ പ്രാധാന്യം ആഗ്രയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയുടെ കാലത്ത് രാജ്യം ദുർബലമാവുകയും ബാബർ അദ്ദേഹത്തെ കീഴടക്കി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ മുഹമ്മദ് സഹീറുദ്ദീൻ ബാബർ എന്ന ചക്രവർത്തിയുടെ നാമം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ച ബാബരി മസ്ജിദുമായി ബന്ധപ്പെടുത്തിയാണ് ബാബറിൻ്റെ പേരിന് ഇപ്പോൾ പ്രസിദ്ധി വർദ്ധിച്ചത്. 1526 ചരിത്രപ്രസിദ്ധമായ പാനിപ്പട്ട് യുദ്ധത്തിൽ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളെ ബലം പ്രയോഗിച്ചും തന്ത്രപൂർവവും തൻ്റെ രാജ്യത്തിൽ ചേർത്തുകൊണ്ട് ബാബർ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തവും വലുതുമായ ഒരു സാമ്രാജ്യമാണ് പടുത്തുയർത്തിയത്. 2 നൂറ്റാണ്ടുകാലത്തോളം നീണ്ടുനിന്ന ഈ സാമ്രാജ്യം ഇന്ത്യയുടെ സംസ്കാരത്തിലും നാഗരികതയിലും വികസനത്തിലും മായ്ക്കാനാകാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അക്ബർ. മുഗൾ സാമ്രാജ്യം പ്രതാപത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയത് ബാബറിൻ്റെ പൗത്രൻ അക്ബറിൻ്റെ കാലത്താണ്. 1556 മുതൽ 1605 വരെയുള്ള അരനൂറ്റാണ്ട് ഇന്ത്യ ചരിത്രത്തിലെ നിർണായക കാലഘട്ടമായിരുന്നു. അക്ബർ അതിശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിച്ചു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ച് അവിടെയെല്ലാം ഭരണം നടത്താൻ വൈസ്രോയിമാരെ നിയമിച്ചു. ഹിന്ദുക്കളുമായി കൂടുതൽ സൗഹാർദ്ദം സ്ഥാപിക്കുവാൻ വേണ്ടി മുൻ ഭരണാധികാരികൾ ഹിന്ദുക്കളുടെ മേൽ ചുമത്തിയിരുന്ന ജിസിയ, അതായത് നികുതി, നിർത്തലാക്കി. ഭരണകേന്ദ്രങ്ങളിലും സൈന്യത്തിലുമുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഹിന്ദു നാടുവാഴികളെ തന്നെ നിയമിച്ചു. മുസ്ലിം പണ്ഡിതന്മാരോടൊപ്പം ഹിന്ദുമത പണ്ഡിതന്മാർക്കും അക്ബർ കൊട്ടാരത്തിൽ സ്ഥാനം നൽകി. അങ്ങനെ മതനിരപേക്ഷവും ജനകീയവുമായ ഒരു ഭരണ സംവിധാനത്തിന് അദ്ദേഹം രൂപം നൽകി. എല്ലാ മതങ്ങളെക്കുറിച്ചും താരതമ്യ പഠനം പ്രോത്സാഹിപ്പിക്കുകയും സഹിഷ്ണുതയും സാഹോദര്യവും നിലനിർത്താൻ കഴിയുന്ന മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു രജപുത്ര സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവിധ മതനേതാക്കളെയും ചിന്തകന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദാർശനിക ചർച്ചകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഈ ദിശയിലുള്ള പ്രവർത്തനത്തിൻ്റെയും അതിൻ്റെ വിജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത മതസാരങ്ങൾ കൂട്ടിയിണക്കി ദീനേ ഇലാഹി എന്ന ഒരു പുതിയ മതം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി. ഇത് ഇസ്ലാമിക വിരുദ്ധമായതിനാൽ മുസ്ലിം പണ്ഡിതന്മാർ ശക്തമായി എതിർത്തു. അക്കാരണത്താൽ ആ ശ്രമം പരാജയപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃതവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചത് മുഗളന്മാരായിരുന്നു. അക്ബർ
ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ് എന്നീ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും ഒരൊറ്റ കേന്ദ്രഭരണത്തിൻ കീഴിലായിരുന്നു. പൊതുവെ നോക്കിയാൽ മുഗൾ ഭരണകാലം മധ്യയുഗത്തിൻ്റെ അവസാനവും ആധുനിക കാലഘട്ടത്തിൻ്റെ ഉദയവും കുറിക്കുന്നു. 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനുമിടയിൽ ഇന്ത്യയിലൊട്ടുക്കും ഒരു പുതുചൈതന്യം അലയടിച്ചുയർന്നിരുന്നു. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഒരു പുതിയ മുന്നേറ്റം ദൃശ്യമായി. വിവിധ ഭാഷകളുടെ വികസനത്തോടുകൂടി ഇന്ത്യയിൽ പുതിയ ദേശീയ ജനവിഭാഗങ്ങൾ രൂപപ്പെടുവാൻ തുടങ്ങി. ഈ മാറ്റങ്ങൾ ദാർശനികവും മതപരവുമായ മേഖലകളിലും അലയടിച്ചു. ഈ മാറ്റം നൂറ്റാണ്ടുകളായി നിലനിന്ന മയക്കത്തിൽ നിന്നും സ്തംഭനത്തിൽ നിന്നും ഇന്ത്യൻ ജനതയെ തട്ടിയുണർത്തി. കലാ സാംസ്കാരിക മേഖലകളിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. വാസ്തുശില്പ കലയിലെ മികവും സൗന്ദര്യവും മുഗൾ കലയെ ലോകോത്തരമാക്കി. ഇന്നും ഡൽഹിയിലും വടക്കേ ഇന്ത്യയിൽ പൊതുവേയും കാണുന്ന ശില്പഭംഗി തുളുമ്പുന്ന മന്ദിരങ്ങൾ മുഗൾ സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങളാണ്. വിവിധ ജാതികളും മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഇടകലർന്ന ഇന്ത്യ മഹാരാജ്യത്തെ കരുത്തുറ്റ ഒരു രാഷ്ട്രമാക്കി തീർത്തത് അക്ബറിൻ്റെ വിശാല വീക്ഷണവും ഭരണനിപുണതയുമാണ്. ഇക്കാരണത്താലാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ മഹാനായ അക്ബർ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷാജഹാൻ ചക്രവർത്തി. ലോകാത്ഭുതങ്ങളിൽ പ്രമുഖമായ താജ്മഹൽ, ഡൽഹിയിലെ ചുവന്ന കോട്ട, പ്രശസ്തമായ ഡൽഹി ജുമാ മസ്ജിദ് തുടങ്ങിയ ഭാരതത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളായ ഒട്ടനവധി സ്ഥാപനങ്ങൾ അക്ബറിൻ്റെ പൗത്രൻ ഷാജഹാൻ ചക്രവർത്തിയുടെ സംഭാവനകളാണ്. ഷാജഹാൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന താജ്മഹലും എന്നും ചരിത്രത്തിലെ അത്ഭുതമാണ്. ഔറംഗസീബ്. മുഗൾ ചക്രവർത്തിമാർ പൊതുവെ ആഡംബരപ്രിയരും ഭൗതിക പ്രതാപത്തിൽ തൽപരരുമായിരുന്നു. എന്നാൽ ഷാജഹാൻ്റെ പുത്രൻ ഔറംഗസീബ് ലളിത ജീവിതം നയിച്ച ഒരു തികഞ്ഞ മതഭക്തനും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ തനിമ കാത്തുസൂക്ഷിച്ച മഹാനുമായിരുന്നു. അദ്ദേഹം സ്വന്തമായി തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും സമ്പാദിച്ച പണം കൊണ്ടാണ് നിത്യജീവിതം നയിച്ചിരുന്നത്. പൊതുമുതലിൽ നിന്ന് ഒരു പൈസ പോലും അദ്ദേഹം സ്വന്തം ആവശ്യത്തിനു വേണ്ടി ചിലവഴിച്ചിരുന്നില്ല. എന്നാൽ ഈ മഹാനെ ക്രൂരനായ ഒരു യാഥാസ്ഥിതികനായി ചരിത്രകാരന്മാരിൽ പലരും ചിത്രീകരിച്ചിട്ടുള്ളത് തികച്ചും വിരോധാഭാസമാണ്. മുസ്ലിംകളുടെ സംഭാവന. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളായ താജ്മഹൽ, ചെങ്കോട്ട, ഡൽഹി ജുമാ മസ്ജിദ്, ഖുത്ബ് മിനാർ തുടങ്ങിയ ഒട്ടനവധി ലോകപ്രശസ്ത അത്ഭുതങ്ങളും സ്ഥാപനങ്ങളും അതിനേക്കാൾ ഉത്തുംഗമായ ഒരു സാംസ്കാരിക വസന്തവും ഒരുക്കിയ ഇന്ത്യയിലെ മുസ്ലിം ഭരണ കാലഘട്ടം ഇന്ത്യാ ചരിത്രത്തിലെ ഒളിമങ്ങാത്ത രേഖയാണ്. പാഠഭാഗം വായിക്കുവാൻ പഠിച്ചുവല്ലോ. എന്താണ് ഈ പാഠഭാഗത്തിൽ വിവരിക്കുന്നത്? മുസ്ലിം രാജവംശങ്ങളെക്കുറിച്ചും ഓരോ ഭരണാധികാരികളും കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെയാണ്, അവർ സമ്മാനിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ പാഠഭാഗത്തിൽ വിവരിച്ചിട്ടുള്ളത്. പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരമെഴുതുക. 1. സുൽത്താൻ വംശങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് സുൽത്താൻ വംശങ്ങൾ? ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ അടിമവംശം, അലാവുദ്ദീൻ ഖിൽജിയുടെ ഖിൽജി വംശം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ തുഗ്ലക്ക് വംശം, ഖിസ്ർ ഖാൻ്റെ സയ്യിദ് വംശം, ഇബ്രാഹിം ലോധിയുടെ ലോധി വംശം എന്നിവയാണ് സുൽത്താൻ വംശങ്ങൾ. പേജ് നമ്പർ 13 ആദ്യത്തെ പാരഗ്രാഫിലുണ്ട്. കണ്ടെത്തി എഴുതാമല്ലോ. 2. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? മുഹമ്മദ് സഹീറുദ്ദീൻ ബാബർ. അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ. 3. അക്ബർ സ്ഥാപിച്ച മതം ഏത്? ഇത് പരാജയപ്പെടാനുണ്ടായ കാരണം എന്ത്? വ്യത്യസ്ത മതസാരങ്ങൾ കൂട്ടിയിണക്കി ദീനെ ഇലാഹി എന്ന ഒരു പുതിയ മതം തന്നെ അക്ബർ സ്ഥാപിച്ചു. എന്നാൽ ഇത് ഇസ്ലാമിക വിരുദ്ധമായതിനാൽ മുസ്ലിം പണ്ഡിതന്മാർ ശക്തമായി എതിർത്തു. അക്കാരണത്താൽ ആ ശ്രമം പരാജയപ്പെട്ടു. 4.
ഔറംഗസേബിൻ്റെ ജീവിത രീതി ചുരുക്കി വിവരിക്കുക. മുഗൾ ചക്രവർത്തിമാർ പൊതുവെ ആഡംബരപ്രിയരും ഭൗതിക പ്രതാപത്തിൽ തൽപരരുമായിരുന്നു. എന്നാൽ ഷാജഹാൻ്റെ പുത്രൻ ഔറംഗസേബ് ലളിത ജീവിതം നയിച്ച ഒരു തികഞ്ഞ മതഭക്തനും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ തനിമ കാത്തുസൂക്ഷിച്ച മഹാനുമായിരുന്നു. അദ്ദേഹം സ്വന്തമായി തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും സമ്പാദിച്ച പണം കൊണ്ടാണ് നിത്യജീവിതം നയിച്ചിരുന്നത്. പൊതുമുതലിൽ നിന്ന് ഒരു പൈസ പോലും അദ്ദേഹം സ്വന്തം ആവശ്യത്തിനു വേണ്ടി ചിലവഴിച്ചിരുന്നില്ല. 5. ഇന്ത്യ രാജ്യത്തിന് മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാന ചിഹ്നങ്ങളായ താജ്മഹൽ, ചെങ്കോട്ട, ഡൽഹി ജുമാ മസ്ജിദ്, ഖുതുബ് മിനാർ തുടങ്ങിയ ഒട്ടനവധി ലോകപ്രശസ്തമായ അത്ഭുതങ്ങളും സ്ഥാപനങ്ങളും അതിനേക്കാൾ ഉത്തുംഗമായ ഒരു സാംസ്കാരിക വസന്തവും ഇന്ത്യ രാജ്യത്തിന് മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകളാണ്. അടുത്തത് പൂരിപ്പിക്കുക. 1. ഡാഷ് കാലഘട്ടമാണ് സുൽത്താൻ ഭരണകാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്? ഡൽഹി കേന്ദ്രമാക്കി ധാരാളം മുസ്ലിം രാജവംശങ്ങൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടമാണ് സുൽത്താൻ ഭരണകാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. 2. ഡൽഹിയിലെ പ്രസിദ്ധമായ ഖുതുബ് മിനാർ ഡാഷിൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ചതാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ ഖുതുബ് മിനാർ ഖുതുബുദ്ദീൻ്റെ നാമധേയത്തിൽ നിർമ്മിച്ചതാണ്. 3. അടിമവംശത്തിലെ പ്രസിദ്ധയായ ഒരു റാണിയായിരുന്നു ഡാഷ്. ആരായിരുന്നു? സുൽത്താന റസിയ. 4. ലോധി വംശത്തിലെ ശക്തനായ ഭരണാധികാരി ഡാഷ് ആയിരുന്നു. സിക്കന്ദർ ലോധി. 5. ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താനായിരുന്നു ഡാഷ്. ഇബ്രാഹിം ലോധി. അക്ബറിൻ്റെ ഭരണകാലം ഡാഷ് മുതൽ ഡാഷ് വരെ ആയിരുന്നു. 1556 മുതൽ 1605 വരെയുള്ള അരനൂറ്റാണ്ടാണ് അക്ബറിൻ്റെ കാലഘട്ടം. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃതവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചത് ഡാഷ് ആയിരുന്നു. ആരായിരുന്നു? മുഗളന്മാർ. വാസ്തുശില്പകലയിലെ മികവും സൗന്ദര്യവും ഡാഷ് കലയെ ലോകോത്തരമാക്കി. മുഗൾ കലയെ. ലോകാത്ഭുതങ്ങളിൽ പ്രമുഖമാണ് ഡാഷ്. താജ്മഹൽ, ഡൽഹിയിലെ ചുവന്ന കോട്ട, പ്രശസ്തമായ ഡൽഹി ജുമാ മസ്ജിദ്. 10. ഇന്ത്യ മഹാരാജ്യത്തെ കരുത്തുറ്റ രാഷ്ട്രമാക്കി തീർത്തത് ഡാഷിൻ്റെ വിശാല വീക്ഷണവും ഭരണനിപുണതയുമാണ്. അക്ബറിൻ്റെ. പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കുവാനും ചോദ്യോത്തരങ്ങൾ ഇതിലൂടെ കണ്ടെത്തുവാനും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരമായാൽ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.